നമസ്കാരം. ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് എവർക്കും സ്വാഗതം. പ്രഫാസ് സഞ്ഞാറമ്മൂടാണ്. നമുക്കിന്ന് നല്ലൊരു വീട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കഴക്കൂട്ടം ടെക്നോ പാർക്കിന് സമീപമായിട്ടാണ്. കഴക്കൂട്ടം ടെക്നോ പാർക്കിൽ നിന്നും 2 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ തന്നെ നമുക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡിൽ നിന്ന് 500 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ടെക്നോ പാർക്കിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ടാണ്. കൂടാതെ തന്നെ നമുക്ക് ഗ്രീൻഫീൽഡ്, അതുപോലെ തന്നെ കാര്യവട്ട യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലേക്ക് പോകാൻ 500 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ ഈ ഒരു ഹൗസിൽ നിന്ന്. നമ്മുടെ ഈ ഒരു വീട് എന്ന് പറയുന്നത് 2050 സ്ക്വയർ ഫീറ്റ് അടങ്ങി 4.5 സെന്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ 5 BHK ആണ് നമ്മുടെ ഈ ഒരു വീട്. നമുക്ക് ഈ ഒരു വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ സ്ലൈഡിംഗ് ഗേറ്റ് ആണ് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് കാർ പാർക്കിംഗ് ഏരിയ വരികയാണെന്നുണ്ടെങ്കിൽ 2 വണ്ടികൾക്കിടാൻ പറ്റിയ കാർ പാർക്കിംഗ് ഏരിയ തന്നെയുണ്ട്. ഈ ഒരു വശത്തായിട്ട് നമുക്കൊരു XUV ഇന്നോവ പോലെയുള്ളൊരു വലിയൊരു വണ്ടി ഇടാൻ കഴിയത്തക്ക രീതിയിലുള്ള സ്പേസ് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ കാറ് കൂടി ഇടാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് കൂടി ഈ ഒരു ഭാഗത്ത് വരുന്നു. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വാട്ടർ ആക്സസിബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കോർപ്പറേഷന്റെ പൈപ്പ് കണക്ഷനാണ് നമുക്ക് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഒരു വെൽ വാട്ടർ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതേ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല പുതിയ വീടുകളും കാര്യങ്ങളൊക്കെ എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. കൂടാതെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഞാൻ നിൽക്കുന്ന ഈ ഒരു ഏരിയ. നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു സ്പേസ്, അതായത് നമുക്ക് വീടിന്റെ ഈ ഒരു വശത്ത് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് വീടിന്റെ ഒരു ബാക്ക് സൈഡിലും ലഭിക്കുന്നു. ഈ ഒരു വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഡോറ് വരുന്നത് പ്ലേവിൽ തീർത്തിട്ടുള്ള വുഡിലാണ്. കൂടാതെ തന്നെ നല്ല സിമ്പിൾ ഡിസൈനിലാണ് നമ്മുടെ വീടിന്റെ ഡോറിന്റെ ഭാഗം വരുന്നത്. നമുക്ക് വീടിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2x4 ക്വാളിറ്റി വെർട്ടിഫൈഡ് ടൈൽസ് ആണ്.
നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് TV യൂണിറ്റ് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഇവിടുത്തെ ഇൻറ്റീരിയർ ലൈറ്റൊക്കെ എല്ലാം നല്ല വളരെ മനോഹരമായിട്ടുള്ള നിർമ്മിതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിലുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുള്ള ഒരു സ്പേസ് കൂടി നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസിൽ വരുന്നു. ലിവിങ് സ്പേസിൽ നിന്ന് നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വാഷ് സ്പേസ് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ടച്ച് മിറർ ഗ്ലാസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. നമുക്ക് വാഷ് സ്പേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ളൊരു ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂം. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2x4 വർട്ടിഫൈഡ് ടൈൽസ് ആണ്. നമുക്ക് ഇവിടുത്തെ ഒരു കളർ കോമ്പിനേഷൻ നോക്കി കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ കളറാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വൈറ്റ് കളറും വരുന്നുണ്ട്. ഈ ഒരു 2 കളർ കോമ്പിനേഷനാണ് നമുക്ക് ഈ ഒരു റൂമിന് വരുന്നത്. നമുക്ക് ഈ ഒരു റൂമിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ബേസിക് ആയിട്ടുള്ള അലമാര, ഇവിടെ നമുക്ക് വുഡിൽ തെറ്റിയിട്ടുള്ളൊരു ബേസിക് ആയിട്ടുള്ള അലമാര വരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെ നമുക്ക് 2x4 വർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇന്റീരിയർ ലൈറ്റൊക്കെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു റൂമിൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ലൈറ്റ് ബ്ലൂവും അതുപോലെ തന്നെ വൈറ്റ് കളറും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമുക്ക് ഈ ഒരു റൂമിന് വരുന്നത്. നമുക്ക് ഈ ഒരു റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു. നമുക്ക് ഈ ഒരു ഓപ്പൺ കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്ക് ലിവിങ് സ്പേസിൽ നിന്ന് കയറുമ്പോഴുള്ള ഒരു ഓപ്പൺ കിച്ചനാണ് ഇത്. ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു കിച്ചൺ സൈഡിലേക്ക് വരുമ്പോൾ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്നു. നമുക്ക് ഈ ഒരു താഴ്ഭാഗത്തൊക്കെ എല്ലാം നമുക്ക് പാത്രങ്ങൾ സാധനങ്ങളൊക്കെ വെക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ ഇത് ഈ ഒരു ഭാഗത്തെല്ലാം വരുന്നു.
കൂടാതെ തന്നെ നമുക്ക് മുകൾ ഭാഗത്തും നല്ല രീതിയിലുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മുകൾ ഭാഗത്ത് കൂടി നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഫേബറിൻ്റെ ഇലക്ട്രിക് ചിമ്മിനി വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു വാഷ് സ്പേസ് വരുന്നുണ്ട്. നല്ല മോഡേൺ രീതിയിലുള്ളൊരു വാഷ് സ്പേസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് നമുക്ക് ഈ ഒരു കിച്ചൺ ഭാഗത്തെ എല്ലാ മെറ്റീരിയൽസിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് അതിവിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ഒരു സ്പേസ് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വാളിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ളൊരു കളറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് മുകൾ ഭാഗത്തേക്ക് ഗ്ലാസ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഡയറക്റ്റ് ലൈറ്റ് നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തെ ലിവിങ് സ്പേസിലേക്ക് വരാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു ഗ്ലാസ് വിൻഡോയാണ് നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെ ഫോൾ സീലിംഗ് ലൈറ്റൊക്കെ എല്ലാം നല്ല ഡിസൈനിലുള്ള ഒരു ലൈറ്റാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് 3 ബെഡ്റൂം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് 2 ബെഡ്റൂമും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് 1 ബെഡ്റൂമും. അപ്പോൾ മുകൾ ഭാഗത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിലുള്ള ഡിസൈനിലാണ് നമുക്ക് ഈ ഒരു റൂം വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു യെല്ലോ കളറാണ്, യെല്ലോയും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഫോൾ സീലിംഗ്, നല്ല ഡിസൈനിലുള്ള ഫോൾ സീലിംഗും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ നമുക്ക് ഈ ഒരു റൂമിലേക്ക് വരുമ്പോൾ ബേസിക് ആയിട്ടുള്ള വുഡിൽ തീർത്തിട്ടുള്ള അലമാര നമുക്ക് വരുന്നു. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു ഏരിയ തന്നെ നമുക്ക് ഈ ഒരു അലമാരയ്ക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് ബാത്റൂമിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു. മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണിത്. നമുക്ക് ഈ ഒരു റൂമിലും നല്ലൊരു കളർ കോമ്പിനേഷനാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നത്.
കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് 2x4 വെർട്ടിഫൈഡ് ടൈൽസാണ് നമുക്ക് ഈ ഒരു റൂമിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫോൾ സീലിംഗൊക്കെ എല്ലാം നല്ല ബേസിക് ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് നമുക്ക് ഇവിടെ വരുന്നത്. മുകൾ ഭാഗത്തെ മൂന്നാമത്തെ റൂമിലേക്ക് വരുമ്പോഴും നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂം തന്നെയാണ് നമ്മുടെ ഈ റൂമും. കൂടാതെ തന്നെ നമുക്ക് ലൈറ്റ് ബ്ലൂ കളറും അതുപോലെ തന്നെ വൈറ്റ് കളറും ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ് നമുക്ക് ഈ ഒരു റൂമിന് വരുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു. നമുക്ക് മുകൾ ഭാഗത്തെ ലിവിങ് സ്പേസിൽ നിന്ന് മുകൾ ഭാഗത്തെ ബാൽക്കണിയിലേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ളൊരു സ്പേസ് തന്നെ നമുക്ക് വരുന്നു. വളരെ മനോഹരമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു കാർപ്പറ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി സൈഡിൽ വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് വളരെ ഭംഗിയിലുള്ള കാഴ്ചകളെല്ലാം കാണാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു ഏരിയയാണ് ഞാൻ നിൽക്കുന്ന ഈ ഒരു ബാൽക്കണി സൈഡ്. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ബ്യൂട്ടി ആയിട്ടുള്ളൊരു കാഴ്ച തന്നെ നമുക്കിവിടെ വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ലൈറ്റ് അതുപോലെ തന്നെ കാറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നു. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയയാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി സൈഡ്. കൂടാതെ തന്നെ നമുക്ക് ഇവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈനും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ തന്നെ നമുക്ക് മുകളിലത്തെ ഫോൾ സീലിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് ഡിസൈനും എല്ലാം നമുക്ക് വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ മനോഹരമായിട്ടുള്ള 2050 സ്ക്വയർ ഫീറ്റ് അടങ്ങിയിട്ടുള്ള ഈ ഒരു വീട് വാങ്ങുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടാതെ നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.